ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മളൊക്കെ ഒരു വലിയൊരു അപകടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. പത്തനംതിട്ടയിലെ ക്വാറി അപകടം അല്ലേ? പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടം. ആ അപകടത്തിൽ ഇപ്പോൾ NDRF നമ്മുടെ ഫയർഫോഴ്സുമായി ചേർന്നിട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടരുക. ഇപ്പോൾ നിലവിൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശം ഏറെക്കുറെ സീൽ ചെയ്ത ഒരു അവസ്ഥയിലുമൊക്കെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയൊരു രക്ഷാപ്രവർത്തനത്തിന് പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനമൊക്കെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് പുതിയ അപ്ഡേറ്റ് അവിടെ നിന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്? സേതു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരുടെ പ്രത്യേക ടാസ്ക് ഫോഴ്സും അതുപോലെ തന്നെ NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് തന്നെ ഇവരുടെ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ 6:30 മണി പിന്നിട്ടതോടുകൂടി തന്നെ NDRF സംഘവും ഫയർഫോഴ്സിന്റെ തന്നെ റാപ്പിഡ് ടാസ്ക് ഫോഴ്സും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് സംഘവും എത്തി. തുടർന്ന് ഇവരുടെ എല്ലാം സംയുക്തമായി പ്ലാൻ തയ്യാറാക്കുകയും ഏതുവിധേനയാണ് ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. തുടർന്നാണ് തെരച്ചിലിലേക്ക് കടക്കുക. ഞാൻ ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അവിടെയുള്ളത്. കാരണം ഈ പാറ പൊട്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ വിള്ളലുകൾ ഇപ്പോഴും ആ പാറമടയിലുണ്ട്. അവിടെ നിന്നുമാണ് ഈ പാറ പൊട്ടി വീഴുന്നത്. ഇന്നലെ അപകടമുണ്ടായതും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. പാറ പൊട്ടി വാഹനത്തിന് മുകളിലേക്ക് വീണ് വലിയ അപകടമുണ്ടാവുകയായിരുന്നു. അതേ സമാനമായ രീതിയിൽ തന്നെ വീണ്ടും പാറ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമേ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കി മാത്രമേ ഏത് രീതിയിൽ ഏത് ഭാഗത്തു നിന്നുമുള്ള തെരച്ചിൽ ആരംഭിക്കണമെന്നും അതുപോലെ തന്നെ എങ്ങനെ പാറ ഏത് വിധത്തിൽ പൊട്ടിച്ചു വേണം ഈ തെരച്ചിൽ ആരംഭിക്കാനും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ എത്തി NDRF സംഘം അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പ്രത്യേക പ്ലാൻ തയ്യാറാക്കി നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയുള്ളൂ. എന്തായാലും ഈ ചെങ്കുളം ക്വാറി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്വാറിയിലേക്ക് നിലവിൽ മാധ്യമ പ്രവർത്തകർക്കോ മറ്റാർക്കും തന്നെ പ്രവേശനമില്ല. ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയില്ല. എന്തായാലും നിലവിൽ അവിടെ തെരച്ചിൽ പുനരാരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ കരുതലോടെ ഏറെ ശ്രദ്ധയോടെ ഇന്നലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് ഈ പാറക്കഷ്ണങ്ങളൊക്കെ വീണ്ടും ഊർന്നു വീഴുന്നുണ്ടായിരുന്നു. പിന്നീടും അത്തരത്തിലുള്ള ഈ പാറകൾ വീണ്ടും ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഇന്നും അങ്ങനത്തെ അവസ്ഥയുണ്ടോ? തീർച്ചയായും ചെയ്തു. ഇന്നലെ NDRF സംഘം ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വീണ്ടും വലിയ ശക്തമായ രീതിയിൽ വലിയ കൂറ്റൻ പാറകൾ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സന്ധ്യയോടുകൂടി താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെക്കാനുള്ള തീരുമാനം ഈ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ NDRF സംഘവും സംയുക്തമായി തീരുമാനിച്ചത്. കാരണം വീണ്ടും അങ്ങോട്ടേക്ക് ഉടൻ തന്നെ പോകുന്നത് വലിയ അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയാണ് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക്, താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്നലെ സംഘം എത്തിയത്. എന്തായാലും ഇന്ന് രാവിലെയും സമാനമായ അപകടകരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി പിന്നീട് നമ്മളെല്ലാം പുറത്തിറങ്ങിയ ശേഷവും ഇവിടെ ജീവനക്കാർ പറയുന്നത് അത്തരത്തിൽ പാറ പൊട്ടുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അപകടം നടന്നതിന് ശേഷം തന്നെ 3-4 തവണ ഇത്തരത്തിൽ പാറ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള പാറ പൊട്ടി വീണപ്പോൾ മാത്രമാണ് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ NDRF സംഘവും എത്തിയത്. എന്തായാലും ഇന്നിപ്പോൾ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ പോലും അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്, അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ശരി. ഓക്കെ ശ്രീരാജ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടായ ക്വാറി അപകടത്തിൽ ഇന്നും തിരച്ചിലുകൾ അവിടെ പുനരാരംഭിക്കും. അല്പസമയത്തിന് തന്നെ ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും.